നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 20/4/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 232 രൂപ, RSS 5 കിലോ 227 രൂപ 50 പൈസ, ISN 20 199, ലാറ്റക്സ് 60% ആഴ്ചയിൽ 158 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 232, RSS 5 കിലോ 227 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 222, ലോട്ട് കിലോ 199 മുതൽ 204 രൂപ. ഈ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 148, 60% DRC ഒട്ടുപാൽ കിലോ 111 രൂപ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 220, RSS 5 കിലോ 217. പിന്നെ ഫീൽഡ് ലാറ്റക്സ് 211, 25% DRC 200 ലിറ്റർ ബാരലിന് 10,550, 30% DRC 200 ലിറ്റർ ബാരലിന് 12,660, 35% DRC 200 ലിറ്റർ ബാരലിന് 147 രൂപ 70 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 224, RSS 5 കിലോ 219 രൂപ 50 പൈസ, ISN 20 194 രൂപ 50 പൈസ മുതൽ 195 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 128 മുതൽ 140 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് വളം ഇടാനും മറ്റും ടാപ്പിങ്ങും പുനരാരംഭിക്കുവാനും. ശക്തമായ മഴ പെയ്തതിന് ശേഷം ഭൂമി തണുത്തതിന് ശേഷം മാത്രം ടാപ്പ് ചെയ്യുക. കൂടാതെ വളമിടുമ്പോഴും ഭൂമി തണുത്തതിന് ശേഷം മഴയില്ലാത്ത സമയത്ത് നനവോടുകൂടിയ മണ്ണാണെങ്കിൽ മാത്രമേ ഇടാൻ ശ്രമിക്കുക. മഴ പെയ്യുമ്പോൾ വളമിട്ട് കഴിഞ്ഞാൽ അത് മണ്ണൊലിച്ചു പോയുമ്പോൾ അതിൻ്റെ കൂടെ ഈ വളം കൂടെ ഒലിച്ചു പോകും. ഇട്ടതുകൊണ്ട് പ്രയോജനമില്ല. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 390, കൊപ്ര എടുത്തുപിടി 161, കശുവണ്ടി 110, അടയ്ക്ക പുതിയത് 420, കാഞ്ഞിരക്കുരു 1880, കയർ ഇടക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 280, ഗ്രാമ്പു 790, ഗ്രാമ്പ് 910, നാടൻ പിണ്ണാക സ്പെലർ 38, റോട്ടറി 41, കുരുമുളക് അങ്കാർബിള് കിലോ 690, കുരുമുളക് ഗാർബിള് കിലോ 719, കുരുമുളക് പുതിയത് 689. കുരുമുളക് ഇപ്പോൾ നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 34, പഴം 35, കാപ്പിക്കുരു 37,500, നെല്ല് കിൻഡൽ 2,500, വയനാടൻ കുരുമുളക് 696, ചേട്ടൻ 690. എന്തായാലും നമ്മുടെ നാട്ടിൽ ശക്തമായ വേനൽ ചൂട് തന്നെയാണ്. വയനാട്ടിൽ ആലിപ്പഴ വീഴ്ച, ആലുവയിൽ മരങ്ങൾ കടപുഴുകി, വിവിധയിടങ്ങളിൽ ശക്തമായ വേനൽ മഴയും. ഇതിനിടയ്ക്ക് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ശക്തമായ വേനൽ മഴ. വയനാട്ടിൽ മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. വൈകിട്ട് 3 മണിയോടെയാണ് മഴ ആരംഭിച്ചത്. എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ആലപ്പുഴ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ചില ജില്ലകളുടെ ഭാഗങ്ങളിലും വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്യട്ടെ. കാര്യം കുടിവെള്ളക്ഷാമവും മറ്റും പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തോറും ഇപ്പോൾ കുടിവെള്ളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ ശ്രദ്ധിക്കുക. വൈദ്യുതി പ്ലഗുകൾ അൺപ്ലഗ് ചെയ്യാൻ ശ്രമിക്കുക. അതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.